ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. വീട്ടിലുള്ളവർക്ക് നേരാവണ്ണം തിന്നാനും കുടിക്കാനും കൊടുക്കുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റന്മാരെ. ഭൂലോകം മടിയന്മാർ ഇത്രയും കാലം ആരെങ്കിലൊക്കെ വച്ചുണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് കൃത്യസമയത്ത് എല്ലാം കിട്ടിക്കൊള്ളും. ഇല്ലെങ്കിൽ എന്തൊക്കെ പുകിലാന്നറിയാം അവരവിടെ ഉണ്ടാക്കിയത്, നമ്മളൊക്കെ കണ്ടതാണത്. ഇന്നിപ്പോൾ നെവിൻ അവിടെ കിടന്ന് ഡയലോഗ് അടിക്കുവാണേ, ടാസ്ക് ഉള്ളതാണ്, ഇത് ബിഗ് ബോസ് വീടാണ്, ഇവിടെ ഇങ്ങനെ തോന്നുന്നത് പോലെ 4-5 കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തരുന്നത് വേണേൽ തിന്നിട്ട് പോയി ടാസ്ക് ചെയ്യടോ എന്നാണ് നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആ സമയം ചെറ്റത്തരം പറയാതടാ എന്ന് ഷാനവാസ് തിരിച്ചും നെവിനോട് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നെവിനും ഷാനവാസും കൂടി അത്യാവശ്യം വലിയ വഴക്കൊക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ അനുമോളും അക്ബറും തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട്. ഷാനവാസും നെവിനും തമ്മിൽ വഴക്കിനിടയിൽ വളരെ മോശമായ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബിഗ് ബോസ് ആവശ്യമായി എല്ലാ സാധനങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ ഉണ്ടാക്കാനും പറ്റും. ഇവരെന്നിട്ട് അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇന്നലെ ഇവര് ഫുഡ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതുള്ള ആ ഒരു റിവെഞ്ച് എടുക്കുകയാണ് നമ്മുടെ കിച്ചൺ ടീം. അവിടെ ചോറും എന്തോ ഒരു കറിയും മാത്രം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പോഴും നമ്മുടെ ഷാനവാസ് ചോദിച്ചു, ഇവിടെ മറ്റെല്ലാ സാധനങ്ങളും ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് കുറച്ച് കറികൾ അതുപോലെ എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടാക്കി കൂടെ എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാലം മറ്റുള്ളവർ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നില്ലേ, പിന്നെ നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന ഇത്ര കുഴപ്പം എന്നൊക്കെ നമ്മുടെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്. ആ സമയം അക്ബർ ഒരു രാജാവിനെ പോലെ നമ്മുടെ ബീൻ ബാഗിൽ കിടക്കുമായിരുന്നേ. നെവിനും ആര്യനും കിച്ചൺ ടീമിൽ നിന്ന് നന്നായിട്ട് ജോലി ചെയ്യുന്നത് കാണാം. ഇവരാണെങ്കിൽ അക്ബറിനെ കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോഴും അക്ബർ മറ്റെന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. വല്ല എന്തെങ്കിലും ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വല്ല ചക്കയും മാങ്ങയൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ലേ. നമ്മുടെ നെവിനില്ലേ, അങ്ങനെയാണ് അക്ബറിനെ അവിടെ കിടന്ന് ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ആ സമയം നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, അക്ബർ നിനക്കും കൂടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യ്, നിങ്ങൾ എന്താ അക്ബറിനെ വിളിക്കാത്തത് എന്ന് പറഞ്ഞ സമയത്ത് അക്ബർ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് മനസ്സിലോട് കൂടി പോവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. സത്യം പറയാലോ, പണി ചെയ്യാൻ 3 പേരുണ്ടല്ലോ കുഴിമടിയന്മാരാണ്. ഇപ്പോഴും മറ്റുള്ളവരല്ലേ ഇവർ ഇങ്ങനെ വിമർശിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കുണ്ടല്ലോ മുൻപ് മറ്റേ കിച്ചൺ ടീമിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ ഓവറോൾ ആ ഒരു ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആണെങ്കിലും ടൈം ടു ടൈം ഫുഡ് എല്ലാം പക്കയായിരിക്കണം ഇവർക്ക്. എന്നാൽ ഇവര് കിച്ചണിൽ കയറിയ സമയത്ത് അതൊന്നും ബാധകല്ല കേട്ടോ. ഇവിടെ ഇപ്പോഴും നെവിൻ പറഞ്ഞ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അനുമോളോ അതുപോലെ നമ്മുടെ അനീഷോ ഷാനവാസ് ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവിടെ അവസ്ഥ. വേണമെങ്കിൽ തിന്നിട്ട് പോടാന്നൊക്കെ ഇവരാരെങ്കിലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവരൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുവോ. നമ്മൾ നോക്കണം, മറ്റുള്ളവരാണെങ്കിൽ ഉള്ളത് വെച്ചിട്ട്, അതായത് ഈ സീസണിന്റെ തുടക്കത്തിലൊക്കെ ഫുഡൊക്കെ ഭയങ്കര കമ്മിയായിരുന്നല്ലോ. ആ സമയത്ത് ഉള്ളത് വെച്ചിട്ട് എല്ലാരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പാകത്തിലൊക്കെ അവര് നന്നായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥാനത്ത് ഇപ്പോഴാണെങ്കിൽ ഇഷ്ടംപോലെ അവിടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്നിട്ടാണ് അതൊന്നും വെച്ചിട്ട് മര്യാദയ്ക്ക് ഒന്നും ഉണ്ടാക്കാതെ നെവിൻ ഈ ഒരു ചെറ്റത്തരം അവിടെ കാണിക്കുന്നത് കേട്ടോ. നെവിൻ മാത്രമല്ല, നമ്മുടെ കിച്ചൺ ടീമിലുള്ള അക്ബർ, ആര്യന്, നെവിൻ, ഇവര് 3 പേരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് സത്യം പറഞ്ഞ വീട്ടുകാരെ പട്ടിണിക്കിടുന്നത് കേട്ടോ.